വീടിന് ചായം തേക്കുമ്പോൾ 12 ലിറ്റർ ചായത്തിൻ്റെ 8 ലിറ്റർ ടെർപെൻറ്റൈനും ആണ് ചേർത്തത് എങ്കിൽ 15 ലിറ്റർ ചായത്തിൻ്റെ കൂടെ എത്ര 12 ലിറ്റർ ചായത്തിൻ്റെ കൂടെ അപ്പം 12 ലിറ്റർ ഇവിടെ എഴുതിയേ 8 ലിറ്റർ ടെർപെൻറ്റൈനുമാണ് ചേർത്തത്. അപ്പം 8 എഴുതി. ഇതിൻ്റെ ഏറ്റവും ചെറിയ രൂപത്തിലേക്ക് നമുക്ക് മാറ്റാം. ഇതിനെ ഏറ്റവും ചെറിയ രൂപത്തിലേക്ക് നമ്മൾ മാറ്റിയാൽ 12നെ 6:4 അല്ലേ? 12 6:4 ഇത് 3:2 അപ്പം 3:2 വരെ ഇത് പോകും. അപ്പം ഇനി 15 കിട്ടേണ്ടത് അല്ലേ? 15 കിട്ടേണ്ടത്. അപ്പം 3:2 3നെ 5നെ കൊണ്ട് ഇൻറ്റു ചെയ്താൽ എന്താണ് പറയുന്നത്? 3:2 3നെ 5നെ കൊണ്ട് ഇൻറ്റു ചെയ്താൽ 15 നമുക്കിവിടെ ലിറ്റർ ചായ കിട്ടി. അപ്പം ഇനി 2നെ എത്രനെ കൊണ്ട് ഇൻറ്റു ചെയ്യണം? നമ്മൾ 5നെ കൊണ്ട്. അപ്പം 10 കിട്ടി. അപ്പം ആകെ ഇനി ചേർക്കേണ്ട ടെർപെൻറ്റൈൻ 10 എന്താണ് എഴുതേണ്ടത്? കാണുന്നില്ലേ? ചായത്തിൻ്റെ കൂടെ 10 ലിറ്റർ ടെർപെൻറ്റൈൻ ചേർക്കാം. അപ്പം ഇതിൻ്റെ അംശമെന്ന് പറയുന്നത് 15:10 = 3:2 തന്നെ വരും കേട്ടോ. 3:2 ഇതിൻ്റെ അംശബന്ധം. ഒന്നും കൂടി നോക്കിക്കോളൂ. 12:8 12:8 6:4. അതിനെയും ചെറുതാക്കിയാണ് 3:2 വരുന്നല്ലേ? അപ്പം 3:2നെ 5നെ കൊണ്ട് ഇൻറ്റു ആക്കിയാൽ നമുക്ക് ചായത്തിൻ്റെ ഇത് കിട്ടി 15. അപ്പം നമ്മൾ വേണ്ടത് 2 ഇൻറ്റു അപ്പം അതേ സംഖ്യയിൽ 2. അപ്പം 2നെ 5നെ കൊണ്ട് തന്നെ ഇൻറ്റു ആക്കും 10 കിട്ടി. അപ്പം ഈ 10 ആകെ ടെർപെൻറ്റൈൻ. എഴുതിയതിന് ശേഷം എഴുതുക 15 ലിറ്റർ ചായത്തിൻ്റെ കൂടെ 10 ലിറ്റർ ടെർപെൻറ്റൈൻ ചേർക്കാം. 15:10 3:2 വരെ നമുക്ക് അംശബന്ധം എഴുതാം. അപ്പം ഈ കണക്ക് ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്.